നമസ്കാരം. ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ്, ജീവൻസ് ഡയബറ്റീസ് ആൻഡ് എൻഡോക്രൈൻ സെന്റർ, വിമല ഹോസ്പിറ്റൽ, ഏറ്റുമാനൂർ, കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടന്റ് എൻഡോക്രിനോളജിസ്റ്റുമാണ്. എന്നെ കാണാൻ വരുന്ന പല രോഗികൾക്കും ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അമിതമായ ക്ഷീണം. കൂടുതലും എന്നെ കാണാൻ വരുന്നവർ പ്രമേഹം ഉള്ളവരാണ്. അപ്പോൾ അവരുടെയും ഒരു വലിയൊരു സിംറ്റം ഈ ക്ഷീണം തന്നെയാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ പലരും വരുന്നത് ഈ ഷുഗറിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നം കാരണമാണ് നമുക്ക്, അല്ലെങ്കിൽ ഷുഗറിന്റെ ഒരു വ്യതിയാനം കാരണമാണ് നമുക്ക് ക്ഷീണം ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ധാരണയോട് കൂടിയാണ് പലരും വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഷുഗറിന് അത്ര വലിയൊരു പ്രശ്നമൊന്നും കാണുന്നില്ല, റീസണബിൾ കൺട്രോൾ ആണ്, അങ്ങനെ വലിയ വ്യതിയാനങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഷുഗർ ഉള്ളൊരു വ്യക്തി ആയതുകൊണ്ട് അതുകൊണ്ട് മാത്രം ക്ഷീണം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ നല്ല കൺട്രോൾ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവാം. അപ്പോൾ ക്ഷീണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, നമ്മളിത് വേറെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന വളരെ കോമൺ കോസാണ് അനീമിയ, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യം. ഇതിനെയാണ് നമ്മൾ അനീമിയ എന്ന് പറയുന്നത്. ആണുങ്ങളിൽ ഹീമോഗ്ലോബിൻ ലെസ് ദാൻ 13 താഴെയും, സ്ത്രീകളിലാണെങ്കിൽ ഹീമോഗ്ലോബിൻ ലെസ് ദാൻ 12 ആണ്. നമ്മൾ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു ഡെഫിനിഷൻ, അനീമിയയുടെ ഡെഫിനിഷൻ അതാണ്. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ കുറഞ്ഞു നിൽക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഹീമോഗ്ലോബിൻ ആണ് നമ്മുടെ ഈ ഓക്സിജൻ പല ടിഷ്യൂസിലേക്കും കൊണ്ടേ കൊടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട പോസ്റ്റ്മാൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് നമ്മുടെ ഹീമോഗ്ലോബിൻ ആണ്. അപ്പൊ ഹീമോഗ്ലോബിൻ താഴ്ന്നു നിൽക്കുമ്പോൾ നമുക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള ടിഷ്യൂസിനെല്ലാം ഓക്സിജൻ കിട്ടുന്ന സാഹചര്യം കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷീണം അനുഭവിക്കാം. വേറെയും കാരണങ്ങളുണ്ട് അത് ക്ഷീണം വരാനായിട്ട്. പക്ഷെ അനീമിയ ഇതിന്റെ ഒരു വളരെ കോമൺ കോസാണ്. അപ്പോൾ ഒരു പ്രമേഹ രോഗിയിൽ ഈ അനീമിയ വരുന്നത് കൊണ്ട് നമുക്ക് വേറെയും ചില പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയും. ഈ അനീമിയ ഉള്ള, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറഞ്ഞു നിൽക്കുന്ന പ്രമേഹ രോഗികളിൽ പ്രമേഹത്തിന്റെ തന്നെ സങ്കീർണതകൾ പെട്ടെന്ന് വരികയും അതുപോലെ തന്നെ അത് കൂടുതൽ ശക്തിയോടുകൂടി വരികയും ചെയ്യുന്ന, അതിന്റെ സിവിയറിറ്റി, ടൈം ഓഫ് ഓൺസെറ്റ്, ഡയബറ്റീസ് കോംപ്ലിക്കേഷൻസിന്റെ ടൈം ഓഫ് ഓൺസെറ്റും ഏർലിയർ ആണ്, അതിന്റെ സിവിയറിറ്റിയും കൂടുതലായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ഈ പ്രമേഹത്തിന്റെ ഒരു അൺറെക്കഗ്നൈസ്ഡ് കോംപ്ലിക്കേഷൻ ആണ് അനീമിയ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറഞ്ഞു നിൽക്കുന്നത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി എടുത്ത് ചികിത്സിക്കേണ്ട ഒരു സാഹചര്യമാണ്. നമ്മൾ പ്രമേഹത്തിന്റെ മറ്റ് സങ്കീർണതകളെ കുറിച്ചൊക്കെ നമ്മൾ വളരെ അവെയർ ആണ്. കണ്ണിനെ ബാധിക്കുന്ന കാര്യവും വൃക്കയെ ബാധിക്കുന്ന കാര്യവും, അല്ലെങ്കിൽ പ്രമേഹം നിയന്ത്രണമല്ലാത്തതുകൊണ്ട് നമുക്ക് ഹാർട്ടിന് പ്രശ്നങ്ങൾ വരുന്നത്, ഇതെല്ലാം നമുക്ക് പലപ്പോഴും പല വീഡിയോസും കണ്ട്, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഇന്ന് ഒരു അഡ്വൈസും ഒക്കെ കിട്ടി പലർക്കും അതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ ഈ അനീമിയെ കുറിച്ച് പലപ്പോഴും നമ്മൾ, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യം പലപ്പോഴും ആൾക്കാർ അത്ര വലിയ കാര്യമായിട്ട് നോക്കാറില്ല. അല്ലെങ്കിൽ ക്ഷീണത്തിന് വേണ്ടി വേറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ വീണ്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സാഹചര്യം വരാറുണ്ട്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. പലപ്പോഴും ഈ ഹീമോഗ്ലോബിൻ കുറഞ്ഞു നിൽക്കുന്നത് വളരെ ഒരു ഈ പ്രമേഹ രോഗികളിൽ ഒരു ക്ഷീണത്തിന്റെ ഒരു വലിയ കോസാണ്. അപ്പോൾ ഇതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും കോമൺ നമുക്ക് അനീമിയ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറഞ്ഞു നിൽക്കുന്നത് ആണ് അയൺ ഡെഫിഷ്യൻസി കാരണമാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, അയൺ നമ്മുടെ ഈ ഹീമോഗ്ലോബിന്റെ സിന്തസിസിന്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്നതിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ഒരു റോ മെറ്റീരിയൽ ആണ്. അപ്പൊ അതില്ലെങ്കിൽ നമുക്ക് ഹീമോഗ്ലോബിൻ കുറയുന്ന സാഹചര്യം ഉണ്ടാവാം. അയൺ നമുക്ക് കിട്ടുന്നത് മെയിൻലി ഡയറ്റിൽ നിന്നാണ്. ഇപ്പൊ നോൺ വെജിറ്റേറിയൻസിന് പൊതുവെ ഈസിയാണ്, ഹീം സോഴ്സസ് ഓഫ് അയൺ വളരെ ഈസിയാണ്. നമ്മൾ നോൺ വെജിറ്റേറിയൻ മീറ്റും ഫിഷും ഒക്കെ കൺസ്യൂം ചെയ്യുന്നവർക്ക് റീസണബിളി ഈസി ആയിട്ട് കിട്ടും. നോൺ ഹീം സോഴ്സസ് എന്ന് വെച്ചാൽ പ്ലാന്റിൽ നിന്ന് കിട്ടുന്നത് അത്ര എളുപ്പത്തിൽ അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത അയൺ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ കഴിച്ചാലേ അത് കിട്ടുകയുള്ളൂ. അപ്പൊ അത് സ്പിനാച്ചില്, ചീര, അതുപോലെ തന്നെ ഗ്രീൻ ബീൻസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അത്തരം കാര്യങ്ങളിലൊക്കെ നല്ല അയണിന്റെ കണ്ടന്റ് ഉണ്ട്. പക്ഷെ അത് റീസണബിളി നല്ല ക്വാണ്ടിറ്റീസിൽ എടുത്താലേ ഒരു വെജിറ്റേറിയൻ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അയണിന്റെ സ്റ്റോഴ്സ് റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ അയൺ കുറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അയണിന്റെ ഡെഫിഷ്യൻസി കാരണമാണോ അനീമിയ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പ ഒരു മാർഗമുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ആണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഹീമോഗ്ലോബിൻ മാത്രമല്ല, അതിൻ്റെ അകത്ത് ടോട്ടൽ കൗണ്ട് വരും, അതിന്റെ ബ്രേക്ക് ഡൗൺ വരും. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഈ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് MCV എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അതിൻ്റെ ഒരു വാല്യൂം കാണും. അപ്പോൾ MCV എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡ് സെൽസിന്റെ, അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസിന്റെ സൈസ് എത്രയാണെന്നാണ് പറയുന്നത്. അപ്പൊ അനീമിയയിൽ ഈ റെഡ് ബ്ലഡ് സെൽസ്
ഇതിന്റെ സൈസ് ചുങ്ങുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അത് 80 താഴെ ആയിരിക്കും. MCV ലെസ് ദാൻ 80 ആയിരിക്കും. അപ്പൊ MCV ലെസ് ദാൻ 80 ആയിട്ട് നമ്മുടെ ഹീമോഗ്ലോബിൻ കുറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അത് അയൺ ഡെഫിഷ്യൻസി അനീമിയ കൊണ്ടാണെന്നുള്ളത് നമുക്ക് ഏകദേശം ഊഹിക്കാം. അതുപോലെ തന്നെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, B12ന്റെ ഡെഫിഷ്യൻസി കാരണം ചിലപ്പോൾ അനീമിയ ഉണ്ടാവും, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോവാം. അതില് ഈ MCV കൂടി നിൽക്കുന്ന സാഹചര്യമാണ്. MCV ഗ്രേറ്റർ ദാൻ 100 എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് അത് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നോക്കിയാൽ തന്നെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കൊണ്ടാണോ ഹീമോഗ്ലോബിൻ കുറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി കൊണ്ടാണോ ഹീമോഗ്ലോബിൻ കുറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ അത് കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ വൈറ്റമിൻ B12 നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും, അതിന്റെ ലെവൽ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. അയൺ ഡെഫിഷ്യൻസി ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ നമ്മുടെ ബോൺ മാരോവിന്റെ അകത്തുള്ള അയൺ സ്റ്റോഴ്സ് എത്രയുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് സീറം ഫെറിറ്റിൻ എന്ന് പറയുന്ന ഒരു രക്തപരിശോധനയാണ് ചെയ്യുന്നത്. അപ്പോൾ അയൺ ഡെഫിഷ്യൻസി ഉള്ളവരിൽ സീറം ഫെറിറ്റിൻ കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഡയറ്റ് ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെ നമുക്ക് അയൺ റീപ്ലേസ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള അയൺ ടാബ്ലറ്റ്സ് ഉണ്ട്. ആ ടാബ്ലറ്റ്സ് നമ്മൾ എല്ലാ ദിവസവും ഒരു 3 മാസത്തേക്ക് എടുക്കാമെങ്കിൽ അയണിന്റെ ആ സ്റ്റോഴ്സ് നന്നായിട്ട് റീപ്ലേസ് ചെയ്ത് ഈ അനീമിയ നമുക്ക് ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ചില ആൾക്കാർക്ക് നമ്മൾ എടുക്കുന്നത് കൊണ്ടല്ല, നമുക്ക് ബ്ലഡ് ലോസ് ഉണ്ടാവുന്നത് കൊണ്ടും അനീമിയ ഉണ്ടാവും. അതുകൊണ്ടാണ് സ്ത്രീകളിൽ വളരെ ഹെവി പീരിയഡ്സ് ഉള്ളവരിൽ ഹീമോഗ്ലോബിൻ താഴ്ന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേറെ കോസ് ഒന്നും കാണുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഹീമോഗ്ലോബിൻ കുറയാനായിട്ട് നമ്മുടെ ബ്ലഡ് ലോസ് എവിടുന്നെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ സ്റ്റൂൾസിന്റെ അകത്ത് കൂടെ ബ്ലഡ് പോകുന്നുണ്ടോ, അതുപോലെ തന്നെ യൂറിൻ്റെ അകത്ത് കൂടെ ബ്ലഡ് പോകുന്നുണ്ടോ. ഇവിടെ വന്നിരിക്കുന്ന പല പേഷ്യൻസിലും നമ്മൾ അത് ടെസ്റ്റ് ചെയ്ത് നോക്കി യൂറിൻ്റെ അകത്ത് കൂടെ ബ്ലഡ് പോകുന്ന സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാക്കി. അത് നമുക്ക് സാധാരണ ഒരു യൂറിൻ റുട്ടീനിൽ കൂടെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മൾ സ്കാൻ ചെയ്ത് വരുമ്പോഴത്തേക്കും പലപ്പോഴും അവർക്ക് സീരിയസ് ആയിട്ടുള്ള വൃക്കയിലോ അല്ലെങ്കിൽ ആ യൂറിനറി ട്രാക്റ്റിലോ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ക്യാൻസേഴ്സ്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിറ്റക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ ചിലപ്പോൾ ആദ്യം ആകപ്പാടെ നമുക്ക് ഈ യൂറിൻ്റെ അകത്ത് കൂടെ കുറച്ച് ബ്ലഡ് പോകുന്നുണ്ടെന്നും ഈ ഹീമോഗ്ലോബിൻ താഴ്ന്നു നിൽക്കുന്നതുമായിരിക്കും അതിന്റെ ഒരു സിംറ്റം അല്ലെങ്കിൽ അതിന്റെ ഒരു സൈൻ. അപ്പൊ അതൊരു ഏർലി സൈനായിട്ട് നമുക്ക് ചിലപ്പോൾ പിക്കപ്പ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ഈ ഒരു ഹീമോഗ്ലോബിൻ താഴ്ന്നു നിൽക്കുന്നത് അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് അതൊരു സീരിയസ് ആയിട്ട് നമ്മളത് കൺസിഡർ ചെയ്ത് അതിന് വേണ്ട രീതിയിലുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ പലപ്പോഴും സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ നമ്മൾക്ക് ബ്ലഡ് എവിടുന്നെങ്കിലും നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കാരണം നമ്മുടെ ഹീമോഗ്ലോബിൻ താഴ്ന്നു നിൽക്കാം. പിന്നെ പ്രമേഹ രോഗികളിൽ ഹീമോഗ്ലോബിൻ താഴാനായിട്ടുള്ള വേറൊരു കാരണം നമ്മുടെ വൃക്കയുടെ പ്രവർത്തനം ചെറുതായിട്ട് പ്രശ്നമാകുമ്പോഴാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹീമോഗ്ലോബിൻ സിന്തസൈസ് ചെയ്യാനായിട്ട് ഉണ്ടാക്കാനായിട്ട് ഈ വൃക്കയിൽ നിന്ന് എറിത്രോപോയറ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പലപ്പോഴും വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ അതിൻ്റെ ആരംഭഘട്ടങ്ങളിലെല്ലാം പലപ്പോഴും ഈ ഹോർമോണിന്റെ അതിന്റെ ആ പ്രൊഡക്ഷനിൽ ചെറിയ കുറവുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം ഡയബറ്റിക് വ്യക്തികളിൽ അല്ലെങ്കിൽ പ്രമേഹ രോഗികളിൽ ഹീമോഗ്ലോബിൻ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നോക്കുമ്പോൾ MCV എന്ന് പറയുന്നത് അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ കുറഞ്ഞിരിക്കും, ലെസ് ദാൻ 80 ആയിരിക്കും, 80 താഴെ ആയിരിക്കും. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയിൽ അത് കൂടിയിരിക്കും, മോർ ദാൻ 100 ആയിരിക്കും. ഈ വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം എറിത്രോപോയറ്റിൻ താഴ്ന്നുപോയി അങ്ങനെ അനീമിയ വരുന്ന കേസുകളിൽ ഈ MCV നോർമൽ റേഞ്ചിലായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സിമ്പിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിൽ കൂടെ തന്നെ നമുക്ക് ഏകദേശം കൺഫേം ചെയ്യാവുന്നല്ല, പക്ഷെ ഏകദേശം നമുക്കൊരു ഐഡിയ എന്തുകൊണ്ടാണ് ഈ അനീമിയ വന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പലപ്പോഴും പ്രമേഹ രോഗികളിൽ ഈ എറിത്രോപോയറ്റിന്റെ പ്രൊഡക്ഷൻ താന്നു പോകുമ്പോൾ വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ അവർക്ക് അനീമിയ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി 8 താഴെ എന്ന് പറഞ്ഞാൽ സിവിയർ അനീമിയാണ്. 10 മുകളിലെങ്കിലും നമ്മൾ നിർത്താൻ ശ്രമിക്കണം. ഈ ഐഡിയലി നമ്മൾ 12 അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ 13 മുകളിലാണ് ഹീമോഗ്ലോബിൻ നിർത്തേണ്ടത്. അപ്പോൾ ഈ ഒരു കോമൺ കണ്ടീഷൻ നമ്മൾ മിസ് ചെയ്ത് പോവുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ ക്ഷീണത്തിന് ഒരു ശാശ്വതമായ ഒരു പരിഹാരം കിട്ടാനായിട്ട് നമ്മൾ ബുദ്ധിമുട്ടും. അതേസമയം നമ്മൾ ഇത് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ഈസി ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് ടാബ്ലറ്റ്സിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റ് ക്രമീകരിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ പ്രമേഹം നമ്മുടെ വൃക്കയെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് തടയുന്നതിലൂടെയോ അതിന്റെ ചികിത്സ കറക്റ്റായിട്ട് ക്രമീകരിക്കുന്നതിലൂടെ നമുക്ക് ഈ പ്രശ്നത്തെ എളുപ്പത്തിൽ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും. നന്ദി, നമസ്കാരം.